ഈശോ കൊച്ചായ അജ്നയുടെ ഓർമ്മദിനത്തിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അവളെല്ലാം ഓർക്കുവാനും അവളുടെ കല്ലറങ്കിലിരുന്ന് പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ അവളുടെ ജീവിതകഥ പേറിയ ആ നാടകം ക്രൂശിതൻ്റെ മാലാഹ ഇരുന്ന് കാണുവാനും അതെല്ലാം യുവജനങ്ങളോടുകൂടെ ഇരിക്കുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം അജ്നയുടെ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരിന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചോദിക്കാം, അമ്മ, അജ്ന പോയിട്ട് 4 വർഷമായി. ഈ 4 വർഷം ഒരു വേർപാടിൻ്റെ ഒരു ഏകാന്തതയുണ്ടോ, അതോ അവളെപ്പോഴും കൂടെ ഉള്ളതായിട്ട് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? കൂടെ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ആദ്യം വിഷമമുണ്ടായിരുന്നെങ്കിലും ഇപ്പം നാം വിശ്വസിക്കുകയാണ്, സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു ബലം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഏകാന്തത തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അപ്പച്ച, അജ്ന പോയ ശേഷം ഇപ്പോൾ ഇന്നാണെങ്കിൽ ഇത്രയും യുവജനങ്ങളൊക്കെ വന്ന് കൂടുകയും അവരുടെ കൂടെയൊക്കെ ഇരുന്ന് വിശുദ്ധ കുർബാന പങ്കെടുക്കാനൊക്കെ സാധിച്ചപ്പോൾ എന്ത് പറയുന്നത്? അത് അജ്നയുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ ഒന്നിച്ച് ഇവിടെ ഇരിക്കാൻ പള്ളിയിൽ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞതിൽ അതെല്ലാം അജ്നയുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പലരും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലൻ്റച്ചൻ എന്നോട് പറഞ്ഞിരുന്നു, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ദിവസം അമ്മച്ചയെ വിളിച്ചിരുന്നു, അതിനോടൊന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. വലിയൊരു മാറ്റം ആ കൺവെൻഷൻ നടന്നതൊക്കെ പറയും. അങ്ങനെ പലരും ഒക്കെ വിളിച്ച് അമ്മയോട് അതിനോട് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അത് മരിച്ച കാലം തൊട്ടേ ഉണ്ട്. ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ മാനസികമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം, എന്തിനാണെങ്കിലും അവർ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. വീണ്ടച്ചൻ വിളിച്ചിരുന്നു. ഞാൻ അച്ഛനെന്ന് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മേലാതെ ഇരിക്കുമ്പോഴൊക്കെ ഈ പള്ളിയിലേക്കുള്ള യാത്രയിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴെല്ലാം ഈ വേദനകൾ കടന്നു പോകുമ്പോഴെല്ലാം അമ്മയോട് പങ്കുവെച്ചിരുന്ന അമ്മയ്ക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ട്? അത് വേദന ഉണ്ടെങ്കിലും അങ്ങനെ അറിയിക്കത്തില്ല, ഒന്നും അറിയിക്കാതെയാണ് ഇത്രയും സർജറി നടന്നിട്ടും ഇത്രയും വേദനകളൊക്കെ ഉണ്ട്. അതൊന്നും അല്ല, ഒരു തലവേദന ഉണ്ടായിരുന്നു. ട്യൂമർ തലയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന ഉണ്ട്. അതാണ് വിഷമിപ്പിച്ചത് കൂടുതൽ. മറ്റ് സർജറി നടന്നിട്ട് ഇത്രയും 5 സർജറി നടന്നിട്ടും അതൊന്നും ഒരു കുസലും ഇല്ലാതെയാണ് അതൊക്കെ അങ്ങ് ഫേസ് ചെയ്തത്. അത് പ്രശ്നമായിരുന്നില്ല. വിഷമം തോന്നിയത് ഇതായിരുന്നു, ഭയങ്കര തലവേദന വരും, തല പൊളിഞ്ഞു പോണ തലവേദന. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുമ്പോഴും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയായിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് ചാലിച്ച് ട്യൂബിലൂടെ കൊടുക്കുമ്പോഴൊക്കെ അതിലൊക്കെ അജ്നയുടെ ആഹ്ലാദം എന്തുമാത്രം വലുതായിരുന്നു. ട്യൂബിലൂടെ എല്ലാം കൊടുക്കുന്നു, വെള്ളത്തിൽ ചാലിച്ച് ട്യൂബിലൂടെ കൊടുത്തില്ലായിരുന്നു, അത് ആശുപത്രി വെച്ചത്. അപ്പോൾ അന്നേരമൊക്കെ ആള് നല്ല ബോധത്തിലല്ലായിരുന്നു. ഇല്ല, ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളായിരുന്നു ബോധത്തിൽ. അവസാനത്തെ 3-4 ദിവസം അങ്ങനെ കാര്യമായിട്ട് ചിലപ്പോൾ പെട്ടി ഉണരും. എന്നാലും അവസാനത്തെ ഒരു ലാസ്റ്റ് ദിവസം ഒട്ടും അറിഞ്ഞിട്ടില്ല അത് അങ്ങനെ കുർബാന സ്വീകരിച്ചതോ അല്ലെ രോഗിലേപനം കൊടുത്തോ ഒന്നും അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അവസാനം അവൾ മരണത്തിലേക്ക് പോകുന്നതെന്ന് അവൾക്കൊരു അറിവുണ്ടായല്ലോ. അപ്പോഴെല്ലാം അമ്മയോട് ഷെയർ ചെയ്തത് എന്താണ്? ഈ മരണത്തെക്കുറിച്ച് അവളുടെ ഒരു സങ്കല്പവും ഈശോയുടെ സാന്നിധ്യമൊക്കെ അമ്മയോട് പങ്കുവെച്ചതൊക്കെ എങ്ങനെയാണ്? അത് ഇവളുടെ ഒരു വേദന ഇത് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ അവസാനം ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയാം, അങ്ങോട്ട് ഇനി അധികം നാളിങ്ങനെ ഇട്ടേക്കരുതെന്നുള്ള ദൈവത്തിനോട് അവളെ തിരിച്ചെടുത്തോളാൻ പറയാനുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വന്നില്ല ലാസ്റ്റ്. അതായത് ദൈവം നിങ്ങൾക്ക് നൽകിയ അവളെ ദൈവമേ തിരിച്ചെടുത്തോളം നിങ്ങളൊരു പെർമിഷൻ കൊടുക്കുന്നില്ല അല്ലേ? കൂടുതൽ അവളെ കൊണ്ട് അനുഭവിപ്പിക്കല്ല എന്നുള്ള വേദന അത് ശരിക്ക് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അമ്മ കൂടുതൽ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ വേദനയാണെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇന്ന് അമ്മ നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ആ നാടകം കണ്ടല്ലോ, അതിനെക്കുറിച്ച് മനോഹരമായ കാര്യങ്ങളും ഏറ്റവും ലാസ്റ്റ് ക്രൂശിതനായ ഈശോ അവളുടെ വേദനയോട് ചേർത്ത് പിടിക്കുന്നതൊക്കെ അമ്മ അതൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി? എനിക്ക് കുറച്ച് ഇതൊക്കെ ഓർമ്മകൾ വന്നു. പഴയ അവിടെ ഇരുന്ന് കരയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ പഴയ ഓർമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈശോയുടെ അടുത്താണല്ലോ, ലാസ്റ്റ് മൊമെൻ്റ് കാണുമ്പോൾ ഈശോയുടെ അടുത്താണല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം ഉണ്ട്. എന്നാലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പൊട്ടിപ്പോയി. അതോടൊപ്പം തന്നെ ഇന്ന്
ഒത്തിരിയേറെ യുവജനങ്ങൾ ഇന്ന് അവരുടെ ഇടയിലിരുന്നാണ് അപ്പച്ചനും അമ്മച്ചിയും ഇരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ഈശോയെ സ്വീകരിച്ചതും ഒക്കെ. ഇതൊരു വലിയൊരു അമ്മയ്ക്ക് അപ്പച്ചനും നൽകി വലിയൊരു സമ്മാനമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി അഭിമാനമുണ്ട്. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ, ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വെച്ച് ഇങ്ങനെയൊക്കെ സഹിക്കുന്നെങ്കിലും ഇങ്ങനെ ഒരു സമ്മാനം നമുക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ 4 വർഷത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയിലെല്ലാം അമ്മ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് സാന്നിധ്യവും ഒക്കെ അമ്മ പലപ്പോഴും അനുഭവിച്ചറിയാറുണ്ടോ? ഉണ്ട്. അത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർമ്മ വരുമല്ലോ, കൊച്ച് ഇവിടെ ഇരിക്കുന്ന ആ ഒരു ഇതൊക്കെ പായലിരുന്ന് ഉള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ആ സമയത്ത്. നടന്നു തന്നെ നിങ്ങളെ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോഴും ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ, ഈ 4 വർഷമായിട്ട് അതിനില്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ അതിനോട് ഓർമ്മകൾ പങ്കുവയ്ക്കുമല്ലോ. പങ്കുവയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണോ, അതോ അവളെ ഓർത്ത് നിങ്ങളുടെ അഭിമാനം എന്തുമാത്രം വലുതാണ്? അല്ല, പ്രാർത്ഥനയുടെ ആ സമയത്താണ് ഞാൻ ശരിക്കും ഇവിടെ ഓർക്കണത്, ഒരുമിച്ച് പ്രാർത്ഥനയിലും. അതാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല ഇങ്ങനെ ഉള്ളെ പറ്റി. എന്താ രണ്ടുപേരും അനുഭവിച്ച കാര്യമില്ല അത്. അതിൽ പിന്നെ ഷെയർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഷെയർ ചെയ്യാൻ പറ്റില്ല. ആ ബുക്കിന് ഒരു ചാപ്റ്റർ പോലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഒരേപോലെ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മളുടെ മനസ്സിലൊരിത്. ഏതായാലും അമ്മ, നിങ്ങൾ ആ ഒരു പുണ്യവതിയായ ഒരു മകൾക്ക് ജന്മം കൊടുക്കാനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചു. അവളുടെ വേദനകളെല്ലാം പങ്കുവരാനുള്ള ഈശോയുടെ കുരിശുമരണത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഒരു മറ്റുള്ള അമ്മമാർക്ക് കിട്ടാത്തൊരു ഭാഗ്യം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെയും കൃത്യമായിട്ട് ഓർക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശ്വാസവാക്കുകൾ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കൃത്യമായ ഈ പിള്ളേരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്നോട് ചോദിക്കാറുണ്ട് അവർക്ക് എന്ത് ഉപദേശമുണ്ട്. എല്ലാം വീട്ടിൽ വന്ന് അപ്പനും അമ്മയായിട്ട് ഷെയർ ചെയ്യുക, എന്നിട്ട് വേണം വേറെ പുറത്ത് വേറെ. അത് നമ്മൾ ചെറുപ്പത്തിൽ നോക്കിയാൽ മതി. LKG തുടങ്ങി ഞാൻ ഇവിടെ അജിനേന ഞാൻ സൈക്കിളിൽ കയറ്റിയിരുത്തി കണ്ടാണ് പോണത്. 6-ാം ക്ലാസ് 7-ാം ക്ലാസ് വരെ, അപ്പുറത്തെ ഹൈസ്കൂളിലേക്ക് ആകുന്നവരെ. അപ്പോൾ എൻ്റെ മുൻപിലിരുന്നിട്ട് എൻ്റെ സൈക്കിളിനൊരു ചെറിയ സീറ്റുണ്ട് പിള്ളേരെ ഇരുത്തായിട്ടന്ന്, അത് ഇരുത്തി കണ്ടാണ് പോകണം. എപ്പോഴും എനിക്ക് ആ ഓർമ്മയുണ്ട്. അത് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ, പിള്ളേരോട് ഉപദേശിക്കാനായിട്ട്. വീട്ടിൽ വന്ന് ടീച്ചർമാരെ സാർമാരെ പറഞ്ഞു തന്നത് അത് ഓർമ്മ. വീട്ടിൽ വന്നിട്ട് അപ്പനമ്മേനോട് പറയണം. പെൺപിള്ളേരാണെങ്കിൽ പെൺപിള്ളേർ അമ്മയുടെ അടുത്ത് തന്നെ പറയണം എന്ത് കാര്യവും. ഇത്രേ പറയാനുള്ളൂ, ഉപദേശിക്കാണ്ട് ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പിള്ളേരെ കിട്ടുക അത് നമ്മൾ നോക്കണം. ഒരു 5-ാം ക്ലാസ് വരെ നമ്മൾ നോക്കിയാൽ മതി. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ പിള്ളേരോട് ചോദിക്കണം, വിളിച്ച്. അവർ പറയില്ല. ചിലപ്പോൾ അപ്പനമ്മനോട് പറയാതിരിക്കാൻ പറ്റില്ല. പെൺപിള്ളേരാണെങ്കിൽ അപ്പം അമ്മേനോട് പറയും. അതുപോലെ ചെയ്യണം. അത് നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് പിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം 5-ാം ക്ലാസ് വരെ. അതുപോലെ ഇതുപോലെ തന്നെ അജിന അമ്മയോട് എല്ലാം വന്നു LKG പോയപ്പോൾ തൊട്ട് ഈ ലാസ്റ്റ് കോളേജിൽ പഠിപ്പിക്കുന്നിടം വരെ, ഓരോ വീട്ടിൽ നിന്ന് പോകുമ്പം തൊട്ട് തിരിച്ചു വരുന്നിടം വരെയുള്ള സകല കാര്യങ്ങളും പറയും. ഒരു ടൂറ് പോയാലും 3 ദിവസത്തെ കാര്യം പറയുന്നത് 2 ആഴ്ച കൊണ്ടാണ് പറഞ്ഞു തീർക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വേദനയുടെ സംഭവങ്ങളിലൂടെയും ദൈവികാരുണ്യ ആ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ഈശോയെ സ്വീകരിക്കുമ്പോഴും ആ നല്ല, പ്രത്യേകിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ വിശുദ്ധ ഖുർആനെ കൊണ്ടുവരുമ്പോൾ 1 മണിക്കൂറോളം ഈശോയുടെ സന്നിധിയിൽ ഇരുന്നിട്ട് ഈശോയെ സ്വീകരിക്കുന്നതൊക്കെ, അതിനുശേഷമൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അമ്മയോട് പറയുമായിരുന്നു. അങ്ങനെ ഒരു ബോധത്തിലായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ശരിക്കൊരു ഓർമ്മ അന്നേരം ഇല്ല. തന്നെയല്ല, ചില നേരത്തെ ഒട്ടും
ഇതില്ലാതെ ഓർമ്മയില്ലാതെ പോകുന്നുണ്ടായിരുന്നു. അത് ഇല്ലെങ്കിലും വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞത് അച്ഛനെ തന്നെ വിളിച്ചു വരുത്തിയാണ് ആ കുർബാന എനിക്ക് എല്ലാ ദിവസവും അച്ഛൻ കൊണ്ടുവന്ന് തരണമെന്ന് പറയുന്നതും ഒക്കെ. അതിനകത്ത് അത്രയും സന്തോഷം കൊച്ചിന് വേറെ ഒന്നുമില്ല. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.